ഹായ് മക്കളെ, ജോൺ ടെല്ലാർ ഡിസ്ട്രോഷനെ പറ്റിയാണ് ഈ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ജോൺ ടെല്ലാർ ഡിസ്ട്രോഷൻ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. സോ ആദ്യത്തെ ചോദ്യം, എന്താണ് ഈ ജോൺ ടെല്ലാർ ഡിസ്ട്രോഷൻ? കുറേ ഡെഫിനിഷനൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഡെഫിനിഷൻ ഞാൻ പുട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത്. എന്നാലും ഇത് പറയുന്നതിന് മുൻപായിട്ട് ആദ്യത്തെ കാര്യം, ജോൺ ടെല്ലാർ ഡിസ്ട്രോഷൻ JTD, ഓക്കെ, യൂഷ്വലി ഒബ്സർവ് ചെയ്യപ്പെടുന്നത് ഒക്ടാഹിഡ്രൽ കോംപ്ലക്സസിലാണ്. യൂഷ്വലി ഒബ്സർവ്ഡ് ഇൻ ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ്. നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ നിങ്ങൾ വരയ്ക്കുക? ഓക്കെ, 4, 5, 6. ഓക്കെ, എല്ലാവരും എന്നോട് എഗ്രി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ആൻഡ് ഇവിടെ എന്തായിരിക്കും ബോണ്ട് ലെങ്ത് അല്ലേ? ഓൾ ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? ഓൾ ബോണ്ട് ലെങ്ത് സെയിം ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിയെ പോലെ രണ്ട് ഡിഫറൻറ്റ് ബോണ്ട് ലെങ്ത് ഒന്നും ഒക്ടാഹിഡ്രലിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ബോണ്ട് ആംഗിൾസും എത്ര തന്നെയാണ്? 90 ആണ്. എല്ലാം എന്താണ്? സെയിം ആണ്. ഇത്രയുമാണ് ഒക്ടാഹിഡ്രൽ, ഒരു നോർമൽ ഒക്ടാഹിഡ്രൽ അല്ലേ? പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വരുന്നതെന്ന് അറിയോ? ലെറ്റ്സ് സേ നമ്മൾ ഇങ്ങനെയാണല്ലോ ഒക്ടാഹിഡ്രലിൻ്റെ കാര്യം പറയുക. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ കാര്യം, ഡി അല്ലേ? ഇവിടെ നിന്ന് എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് വരുന്നു? ഇങ്ങനെ എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു? T2G ആയിട്ടും അതേപോലെ ആരായിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു? EG ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ആക്ച്വലി സ്പ്ലിറ്റഡ് ഇൻ ടു T2G ആൻഡ് EG. ഇനിയാണ് പ്രശ്നം വരുന്നത്. ഇനി നോക്കിക്കോളൂ, എന്നിട്ട് നമുക്ക് ഡെഫിനേഷനിലേക്ക് വരാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഡി ഓർബിറ്റൽ ആദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, ലിഗാൻഡ് വരുമ്പോൾ എന്തായിരിക്കും? സ്പ്ലിറ്റപ്പ് ആവും, T2G ആയിട്ടും EG ആയിട്ടും. ഇനി ഇവിടെ എന്താ പറയുന്നത്? വെൻ എ കോംപ്ലക്സ് ഹാസ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡീജനറേറ്റ് ഓർബിറ്റൽസ്. ഞാൻ പറയട്ടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ. ഇതെന്താണ്? ഡീജനറേറ്റ് T2G ഓർബിറ്റൽസ് ആണ്. എന്താണ് ഡീജനറേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ? സെയിം എനർജിയുള്ള ഓർബിറ്റൽസിനെയാണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഈ T2Gന് DXZ, DYZ, അതേപോലെ DXY, ഇതാണല്ലോ T2G ഓർബിറ്റൽസ്. ഇനി EG പറയുമ്പോൾ DX² - Y², DZ², ഇതാണ് EG ഓർബിറ്റൽസ്. ഇവരുടെ സെയിം എനർജി ആയിരിക്കത്തില്ലേ? DX² - Y²നും DZ²നും സെയിം എനർജിയാണ്. അതേപോലെ തന്നെ DXZ, YZ, XY ഇവർക്ക് എന്താണ്? സെയിം എനർജിയാണ്. എന്നിട്ട് നമ്മുടെ ഡെഫിനേഷനിലേക്ക് വരികയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ എ കോംപ്ലക്സ് ഹാവ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡീജനറേറ്റ് ഓർബിറ്റൽസ്. അതായത് ഇതാണ്, ലെറ്റ്സ് സേ നമ്മൾ ഇതിനെ മാത്രം എടുക്കുകയാണ്, ഡീജനറേറ്റ് T2G ഓർബിറ്റൽ എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് T2G1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും ഞാൻ ഫില്ല് ചെയ്യുക? ഞാൻ ഇവിടെ ഫില്ല് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇത് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണല്ലേ. ഇവിടെ എന്താണ്? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് വന്നിരിക്കുന്നത്. കാരണം എന്താ? DYZലും DXYലും എന്തില്ല? ഇലക്ട്രോൺസ് ഇല്ല. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ എന്താണ്? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് എവിടെ? ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ. ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്ന ജോൺ ടെല്ലാർ ഡിസ്ട്രോഷൻ ഹാപ്പൺ ചെയ്യുന്നത്. മനസ്സിലായോ? ആൻഡ് വേറൊരു കാര്യം പറഞ്ഞുതരാം. ലെറ്റ്സ് സേ ഇത് T2G3 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, T2G3യിലാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇവിടെ ജോൺ ടെല്ലാർ ഡിസ്ട്രോഷൻ കാണിക്കുമോ? ഇവിടെ നോക്കൂ, 1, 2, 3. ഓക്കെ, അപ്പോൾ എന്താണ്? ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അൺഈക്വൽ ആണോ? അല്ല, ഈക്വൽ ആണ്. DXZ, DYZ, DXY എല്ലാ ഓർബിറ്റൽസിലും എന്താണ്? ഓരോ ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തില്ല? നോ ജോൺ ടെല്ലാർ ഡിസ്ട്രോഷൻ. നമുക്ക് പറയാം. തൽക്കാലത്തേക്ക് ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യമേ ഉള്ളൂ. ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ജോൺ ടെല്ലാർ ഡിസ്ട്രോഷൻ കാണിക്കും. ഇനി എന്തിനാണ് ആക്ച്വലി ഇങ്ങനെ ജോൺ ടെല്ലാർ ഡിസ്ട്രോഷൻ കാണിച്ചിട്ട് എന്താണ് കാര്യം? അതും കൂടെ നമുക്ക് മനസ്സിലാക്കണം. ദ മോളിക്യൂൾ ഡിസ്റ്റോർട്ട്. ഓക്കെ, ഇങ്ങനെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മോളിക്യൂൾ എന്ത് ചെയ്യും? ഡിസ്റ്റോർട്ട് ചെയ്യും. ഓക്കെ, അതായത് ചില ബോണ്ട് ലെങ്ത് എന്താകും? ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നോർമൽ ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് അല്ലേ.
ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഈ ജോമെട്രി എന്ത് ചെയ്യും, കുറച്ചൊന്ന് ഇലോങ്ങേറ്റഡ് ആകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചൊന്ന് കംപ്രസ്ഡ് ആവും എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒരു ഡിസ്റ്റോഷൻ ഇവിടെ ഹാപ്പൺ ചെയ്യും. എന്തിനാണ് ഇതിങ്ങനെ ഡിസ്റ്റോഷൻ ചെയ്യുന്നത്? ടു അച്ചീവ് മോർ സ്റ്റേബിൾ ആൻഡ് ലോവർ എനർജി സ്റ്റേറ്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡീജനറേറ്റ് ഓർബിറ്റൽസിലാണെങ്കിൽ ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ ഹാപ്പൺ ചെയ്യും. എന്തിനാണ് ഡിസ്റ്റോഷൻ നടക്കുന്നത്? യെസ്, മോർ സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മോർ സ്റ്റേബിൾ സ്ട്രക്ചർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, എപ്പോഴൊക്കെയാണ് ആക്ച്വലി ഈ ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ ഹാപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ലെറ്റ്സ് സേ D1 കോൺഫിഗറേഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? T2G1 EG0 അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാവും അല്ലേ. സോ ഇവിടെ എന്താണ്, ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ ഇവിടെ കാണിക്കും. ദാറ്റ്സ് ഇറ്റ്. ഇനി D2 ആണെങ്കിലോ, നിങ്ങൾ തന്നെ പറഞ്ഞു T2G2 EG0 ആണ്. ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ കാണിക്കുമോ? അഗെയിൻ ഇറ്റ് ഷോസ്. ഇനി D3 ആണെങ്കിൽ, ഓക്കെ, I'll just make it a little bit left side. ഓക്കെ, D3 ആണെങ്കിൽ പറഞ്ഞു T2G3. ഓക്കെ, യെസ്, ഇവിടെ എന്താണ്, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണല്ലേ. ഇവിടെ നോക്കിക്കോളൂ, ദിസ് ഇസ് 1, 2 and 3 ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്, വിച്ച് മീൻസ് ദർ വിൽ ബി നോ JTD, നോ ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ. ഓക്കെ, നൗ അല്ലെങ്കിൽ ക്രോസ് മാർക്ക് ഇടാം. ഇനി D4 എന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, ഓഫ് കോഴ്സ് ഹൈ സ്പിന്നും ലോ സ്പിന്നും പറയാം. ഹൈ സ്പിന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലോ സ്പിന്നിനും ഇതേപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി എന്തായിരിക്കും T2G4, എന്തായിരിക്കും, സോറി T2G3. ഹൈ സ്പിൻ നമുക്ക് ആദ്യം പറയാം, T2G3 EG1. അപ്പോൾ ഹൈ സ്പിൻ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹൈ സ്പിൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും EGയിൽ എന്താണ്, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണല്ലേ. EGയിൽ ഒരു ഓർബിറ്റലും കൂടെയുണ്ട്. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും, യെസ്, ഇവിടെ ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ കാണിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ആക്ച്വലി എന്താണ്, ഹൈ സ്പിൻ. ഓക്കെ, ഇനി ലോ സ്പിന്നിൻ്റെ കേസ് ആണെങ്കിലോ, അതും കൂടെ നമുക്ക് ഇവിടെ എഴുതാം. D4 ലോ സ്പിൻ എന്ന് എഴുതാം. എന്തായിരിക്കും, T2G4 ആണ്. സ്വാഭാവികമായിട്ടും T2G4 എന്ന് പറയുമ്പോൾ ലോ സ്പിൻ ആകുമ്പോൾ എന്തായിരിക്കും, യെസ്, ഒരു ഇലക്ട്രോൺ ഇവിടെ വരും. അപ്പോൾ എന്തായിരിക്കും, യെസ്, ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ കാണിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി D5ൻ്റെ കേസിലാകുമ്പോഴോ, D5 ഹൈ സ്പിൻ ആകുമ്പോൾ T2G3 ആൻഡ് EG2. ഓക്കെ, ഹൈ സ്പിൻ ആണ്. അപ്പോൾ എന്തായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 4 ആൻഡ് ദെൻ വോട്ട്, യെസ്, ദിസ് ഇസ് 5. അപ്പോൾ സ്വാഭാവികമായിട്ടും വിൽ ബി നോ JTD എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, യെസ്, നോ JTD. ഓക്കെ, യെസ്. ഇനി ലോ സ്പിന്നിൻ്റെ കേസോ, അതും കൂടെ നമുക്കങ്ങ് പറഞ്ഞു പോകാം അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നമുണ്ടാക്കും. D5 അല്ലേ. അപ്പോൾ എന്തായിരിക്കും, T2G5 EG0. ഓഫ് കോഴ്സ് ദർ വിൽ ബി JTD. ഓക്കെ, യെസ്. ഇനി D6 ഹൈ സ്പിന്നിൻ്റെ കേസ് ആണെങ്കിലോ, D6 ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയായിരിക്കും, T2G4 EG2 എന്നുള്ളതാണ്. എഗെയിൻ T2G4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അൺസിമെട്രിക്കലാണ്. എഗെയിൻ JTD പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി D6 ലോ സ്പിൻ എങ്ങനെയായിരിക്കും, യെസ്, ഒന്ന് പറഞ്ഞു നോക്കിയേ. ലോ സ്പിൻ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യാം. ഓക്കെ, എന്തായിരിക്കും, T2G6 ആണ്. T2G6 വിച്ച് മീൻസ് സിമ്മട്രിക്കൽ ആണ് അല്ലേ. ഓരോ ഓർബിറ്റിലും എത്ര ഇലക്ട്രോൺ ആയി, 2 ഇലക്ട്രോൺ, വിച്ച് മീൻസ് ഇവിടെ എന്തായിരിക്കും, ഓക്കെ, നോ JTD എന്ന് നമുക്ക് പറയാൻ പറ്റും. നോ JTD. ഓക്കെ, ഇതേപോലെ നമുക്ക് D7 എഴുതി കൂടെ എഴുതാം, സിമ്പിളായിട്ട് എഴുതാം അല്ലേ. T7 എന്ന് പറയുമ്പോൾ പറഞ്ഞോളൂ, ഹൈ സ്പിൻ ആകുമ്പോൾ എന്തായിരിക്കും, യെസ്, T2G3 അല്ലേ, EG2. അപ്പോൾ എത്രയായി, യെസ്, 5 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും, യെസ്, T2G5 ആയിരിക്കും അല്ലേ. T2G5 അഗെയിൻ ഇറ്റ് ഷോസ് വോട്ട്, JTD. ഓക്കെ, നൗ D7 ലോ സ്പിന്നിൻ്റെ കേസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക, യെസ്, T2G6 EG1. സോ ഇറ്റ് അഗെയിൻ ഷോസ് വോട്ട്, JTD. ഓക്കെ, D8 വരുമ്പോൾ D8 ഹൈ സ്പിൻ. ഓക്കെ, യെസ്, ദസ് T2G6 EG2. ഇവിടെ ഹൈ സ്പിന്നും ലോ സ്പിന്നും നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. യെസ്, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായിരിക്കും, യെസ്, D4 മുതൽ D7 വരെയേ നമുക്ക് എന്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ, ഹൈ സ്പിന്നും ലോ സ്പിന്നും നോക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ D8 സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, യെസ്, നോ JTD ആണ് അല്ലേ. നോ
ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ. അത് വേണമെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. എന്തായിരിക്കും? ദിസ് ഇസ് യുവർ D8 ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി D9 അല്ലേ? D9 വരുമ്പോൾ എങ്ങനെയായിരിക്കും? യെസ്, T2G6 ആൻഡ് വോട്ട് EG3. EGയിൽ എന്താണ്? യെസ്, അൺസിമെട്രിക്കലാണ്. അഗെയിൻ ഇറ്റ് ഷോസ് വോട്ട് ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ. ഇത്രയേ ഉള്ളൂടെ കാര്യങ്ങൾ. എന്നിട്ട് നമുക്കൊരു ചോദ്യം നോക്കി നോക്കാം. CSIR 2022 ചോദിച്ചൊരു ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോയിങ് മോളിക്യൂൾസ് ഓർ അയോൺസ്. എന്നിട്ട് ജോൺ ടെല്ലാർ എഫക്റ്റ് ഇസ് എക്സ്പെക്റ്റഡ് ഫോർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളാണ് അല്ലേ? കോംപ്ലക്സ് തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. MnH2 3+ ആണ് അല്ലേ? MnH2 3+. അപ്പോൾ പറഞ്ഞോളൂ, മാംഗനീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? Mn മാത്രം എഴുതുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി 4s2 ആൻഡ് വോട്ട് 3d5 അല്ലേ? 3+ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ദാറ്റ് വിൽ ബി എന്തായിരിക്കും? യെസ്, Mn3+ വിൽ ബി 3d4 ആയിരിക്കും അല്ലേ? 3d4 എന്ന് പറയുമ്പോൾ വാട്ടർ എന്താണ്? വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? സോ ദാറ്റ് വിൽ ബി, ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറയുകയാണ്. T2G3 ആൻഡ് വോട്ട് EG1. ഓഫ് കോഴ്സ് ഇറ്റ് ഷോസ് വോട്ട് യെസ് ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ. ഓക്കെ, യെസ്, ദാറ്റ്സ് വൺ. ഇനി നിക്കലിൻ്റെ കേസ് Ni2+ എന്ന് ഞാൻ എഴുതുകയാണ്. സോ ദാറ്റ് ഈസ് വോട്ട് D8 ആണ്. D8 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? T2G6 EG2. നമുക്കറിയാം ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. സോ ദർ വിൽ ബി നോ ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ. ഈസി ആയിട്ട് പറയാൻ പറ്റും അല്ലേ? ഇനി VCl4 പറയുമ്പോൾ വനേഡിയത്തിൻ്റെ ചാർജ് എന്തായിരിക്കും? യെസ്, +4 ആണ്. +4 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വനേഡിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ? 4s2 3d3 ആണ്. സോ ദാറ്റ് ഈസ് 3d1. സോ ഇറ്റ് വിൽ ബി വോട്ട് T2G1. T2G1 എന്ന് പറയുമ്പോൾ യെസ് ഇറ്റ് ഷോസ് വോട്ട്, ഓഫ് കോഴ്സ് ഇറ്റ് ഷോസ് വോട്ട് GTD. അങ്ങനെയാണെങ്കിൽ എയും സിയും എന്ത് ചെയ്യും? യെസ്, ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ ഷോ ചെയ്യും. ബി NiH26 എന്തായിരിക്കും? ഷോ ചെയ്യത്തില്ല. CSIRന് ചോദിച്ച ഒരു ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ തീർന്നിട്ടില്ല കാര്യങ്ങൾ. നമുക്ക് ടൈപ്സ് ഓഫ് GTD നമുക്ക് ഡിസ്കസ് ചെയ്യണം. 2 ടൈപ്പാണ് നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 3 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ യെസ് ഈസ് Z ഔട്ടും അതേപോലെ Z ഇന്നുമാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ട്രൈ ആക്സിയൽ ഡിസ്റ്റോഷൻ എന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടെയുണ്ട്, ട്രൈ ആക്സിയൽ ഡിസ്റ്റോഷൻ. ഓക്കെ, ഇതിൻ്റെ ഒരു കേസ് മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി Z ഔട്ടിൻ്റെയും Z ഇന്നേയും പറ്റിയിട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പറയണം. അപ്പോൾ ഡിസ്റ്റോഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ വരുമ്പോൾ നമ്മുടെ ഞാൻ ആദ്യത്തെ പേജ് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ. ഒക്ടാഹെഡ്രൽ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാം എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ വരുമ്പോൾ ഒരു ഡിസ്റ്റോഷൻ സംഭവിക്കുന്നു. എന്തിനാണ് ഡിസ്റ്റോഷൻ സംഭവിക്കുന്നത്? ടു അച്ചീവ് മോർ സ്റ്റേബിൾ ലോവർ എനർജി സ്ട്രക്ചർ. ആ ഡിസ്റ്റോഷനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, അപ്പോൾ നോക്കിക്കോളൂ, സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിക്കോളൂ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മെറ്റൽ. ഓക്കെ, അപ്പോൾ യെസ്, ഓക്കെ, എന്നിട്ട് ഈ സെറ്റ് ഔട്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു ഡിസ്റ്റോഷൻ സംഭവിക്കുന്നു. റൈറ്റ്, ദിസ് ഇസ് L എന്നുള്ള രീതിയിലുണ്ടാവും. ഓക്കെ, അതൊക്കെ വിട്ടേക്കൂ നിങ്ങൾ, അതൊക്കെ ഇവിടെ ഉണ്ടാകും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇലോങ്ങേഷനാണ് സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പറയും ഈ പോയിന്റ്സ് ഒക്കെ നമ്മളിവിടെ എഴുതും. സെറ്റ് ആക്സസ് ഗെറ്റ്സ് ഇലോങ്ങേറ്റഡ്. സെറ്റ് ആക്സസ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റിന് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? കോപ്പി പേസ്റ്റ് ചെയ്യാം. ചെറിയൊരു വ്യത്യാസം. സെറ്റ് ആക്സസ് ഗെറ്റ്സ് ഇലോങ്ങേറ്റഡ് എന്ന് പറഞ്ഞുകൂടെ? യെസ്, അപ്പോൾ നമ്മൾ പറയും ആക്സിയൽ ഇലോങ്ങേഷൻ എന്ന് പറയും. ഇതിന് എന്ത് വിളിയും? യെസ്, ആക്സിയൽ ഇലോങ്ങേഷൻ എന്ന് പറയും. ഇലോങ്ങേഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയും ടെട്രാഗണൽ ഇലോങ്ങേഷൻ. ഓക്കെ, ടെട്രാഗണൽ ഇലോങ്ങേഷൻ. ഓക്കെ, യെസ്. അപ്പോൾ എന്തായിരിക്കും? 2 ബോണ്ട് ലെങ്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇലോങ്ങേറ്റ് ചെയ്തിട്ടുണ്ട്. 4 എന്താണ്? നോർമലാണ്. ഓക്കെ, യെസ്, അതും കൂടെ നമുക്ക് എഴുതാം. 2 ബോണ്ട് ലെങ്ത് ഗെറ്റ്സ് ഇലോങ്ങേറ്റഡ് ആൻഡ് 4 ബോണ്ട് ലെങ്ത് എന്താണ്? നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. 4 ബോണ്ട് ലെങ്ത് എന്താണ്? നോർമൽ. ഓക്കെ, ഇതാണ് നമ്മുടെ സെറ്റ് ഔട്ട് ഡിസ്റ്റോഷൻ. ഇനി സെറ്റ് ഇന്നിൻ്റെ കേസ് ആകുമ്പോഴോ ഇതേപോലെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ, സെറ്റ് ഇൻ എന്ന് പറയുമ്പോൾ മെറ്റൽ 4 ബോണ്ട് നോർമൽ ആയിരിക്കും, പക്ഷേ 2 ബോണ്ട് എന്തായി? യെസ്, ഇവിടെ ഡിസ്റ്റോഷൻ സംഭവിച്ചിട്ട് ചെറുതായി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇതേപോലെ ഇവിടെ ഞാൻ എഴുതുകയാണെങ്കിൽ സെറ്റ് ആക്സസ് ഗെറ്റ്സ് വോട്ട്
ഇവിടെ ഇലോങ്ങേഷൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും കംപ്രഷൻ ആയിരിക്കും. സെഡ് ആക്സിസ് ഗെറ്റ്സ് കംപ്രസ്ഡ്. ഓക്കെ, ഇതിനെന്ത് വിളിക്കും? ആക്സിയൽ ഇലോങ്ങേഷൻ എന്നോ അല്ലെങ്കിൽ ഇവിടെ എന്ത് വിളിക്കും? കംപ്രഷൻ. യെസ്, ഓക്കെ, യെസ്, ആക്സിയൽ കംപ്രഷൻ. ഇതിന് വീഡിയോ ജസ്റ്റ് ഒന്ന് ഞാൻ പോസ് ചെയ്യുന്നുണ്ട്. ആക്സിയൽ കംപ്രഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ടെട്രഗണൽ കംപ്രഷൻ എന്ന് നമ്മൾ വിളിക്കും. ടെട്രഗണൽ കംപ്രഷൻ. ഓൾറൈറ്റ്, യെസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളും എന്ത് ചെയ്യാം? നമുക്ക് ഇപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഈ സ്ലൈഡ് കണ്ടല്ലോ, യെസ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇയാളെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ട്രൈ ആക്സിയൽ ഡിസ്റ്റോഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കും XYZ ഡിസ്റ്റോഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കും. ദിസ് ഇസ് കോൾഡ് വാട്ട്? XYZ ഡിസ്റ്റോഷൻ. ഒരൊറ്റ എക്സാമ്പിൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് MnF6 3-. ഇതങ്ങനെ ചോദിക്കത്തില്ല. മേ ബി ചോദിക്കുന്നത് എന്തായിരിക്കാം? സെറ്റ് ഔട്ടും സെറ്റിനും ആയിരിക്കും. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? ഇതാ മാംഗനീസ് ഇവിടെ ഉണ്ടാകും. ഇവിടെ എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇതാ ഇത് ഒരു ബോണ്ട് ലെങ്ത്. ഓക്കെ, ഇവിടെ എന്താണ്? ഫ്ലൂറിൻ. ഓക്കെ, ഇവിടെ ഇങ്ങനെ. ഓക്കെ, ദിസ് ഈസ് യുവർ ഫ്ലൂറിൻ. ഓക്കെ, ആൻഡ് അനദർ വൺ ഈസ് ലൈക്ക് ദിസ്. കുറച്ച് അധികം വലുതാണ്. ഓക്കെ, അതായത് എല്ലാ ബോണ്ട് ലെങ്ത്തും എന്താണ്? ഇതാ ഇയാൾ ഈ രണ്ടുപേരെന്താണ്? സെയിം ബോണ്ട് ലെങ്ത്. ഈ രണ്ടുപേര് ഡിഫറെൻറ്റ് ബോണ്ട് ലെങ്ത്. ഈ രണ്ടുപേരെന്താണ്? ഡിഫറെൻറ്റ് ബോണ്ട് ലെങ്ത്. അതായത് ഇവിടെ എത്ര ഡിഫറെൻറ്റ് ബോണ്ട് ലെങ്ത് ഉണ്ടാവും? യെസ്, 3 ഡിഫറെൻറ്റ് ബോണ്ട് ലെങ്ത് ഇവിടെ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. XYZ എല്ലാ ഡയറക്ഷനിലുള്ള ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് പറയുന്നത്? XYZ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. ഒരൊറ്റ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. MnF6 3-. ഇനി ഇവിടേക്ക് വരുമ്പോൾ എത്ര ഡിഫറെൻറ്റ് ബോണ്ട് ലെങ്ത് ഉണ്ട്? ഇതാ ഇവർ എന്താണ്? 2 ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? കംപ്രഷൻ ആയിരിക്കും. ബാക്കിയുള്ള 4 എന്താണ്? 4 ബോണ്ട് ലെങ്ത് എന്താണ്? നോർമലാണ്. അതായത് ഇവിടെ 2 ഡിഫറെൻറ്റ് ബോണ്ട് ലെങ്ത് ആണ് അല്ലേ? ഇതാ ഈ 4 പേരെന്താണ്? സെയിം. ഈ 2 പേരെന്താണ്? ഡിഫറെൻറ്റ്. ഓക്കെ, വിച്ച് മീൻസ് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോണ്ട് ലെങ്ത് നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് GTDയിൽ പറയാനുള്ളത്. സെഡ് ഔട്ടും സെഡിനും. കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതിൻ്റെ സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. യെസ്, അപ്പോൾ സെറ്റ് ഔട്ട് സ്പ്ലിറ്റിങ് അല്ലെങ്കിൽ ടെട്രഗണൽ ഇലോങ്ങേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആദ്യം എന്തായിരുന്നു? നമുക്ക് ഡീജനറേറ്റ് ആയിട്ടുള്ള 5 ഓർബിറ്റൽസ് നമുക്കുണ്ട്. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു? ആദ്യം ഡീജനറസി ലൂസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? യെസ്, നമുക്ക് T2G എന്ന് പറഞ്ഞിട്ടും EG എന്ന് പറഞ്ഞിട്ടും 2 സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ഓക്കെ, ഇനി നമ്മൾ സ്പെസിഫിക്കലി എന്താണ് സംസാരിക്കുന്നത്? സെഡ് ഔട്ടിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആൻഡ് യു നോ ദാറ്റ് ദാ ഇവിടെ എന്താണ്? ഇതാണ് നമ്മുടെ മെറ്റലെങ്കിൽ യെസ്, ദിസ് ഈസ് യുവർ ലിഗാൻഡ്. നോർമൽ ബോണ്ട്സ്. ഇനി ഇവിടെ എന്ത് വരും? യെസ്, ഇലോങ്ങേഷൻ വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ? സെഡ് ഔട്ടാണ്, ഇലോങ്ങേഷൻ വരും. അപ്പോൾ ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഈ സെഡ് ആക്സിസിനാണ് ഇലോങ്ങേഷൻ വരുന്നത് അല്ലേ? അപ്പോൾ മെറ്റലുമായിട്ടുള്ള ഈ ഇൻട്രാക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ XY പ്ലെയിനിലുള്ള ഈ ലിഗാൻസുമായിട്ട് ഇവർ കുറച്ചുകൂടെ അടുത്താണ്. ഇൻട്രാക്ഷൻ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യും? ഇവർ വീണ്ടും ഫെർദർ ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. ഇതാണ് നമ്മുടെ DX² - Y², DZ². ഓക്കെ, EG ഓർബിറ്റൽസ്. ഇനി ഇതാവുമ്പോഴോ T2Gയിൽ ആരൊക്കെയാണ്? പറഞ്ഞേ. T2Gയിൽ പറഞ്ഞോ DXZ, DYZ, DXY ഇങ്ങനെയാണല്ലോ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ സെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ സെഡ് ആക്സിസിലുള്ള ആളുകൾ എന്തായി? കുറച്ച് ദൂരോട്ടായി. അപ്പോൾ ഇവരുടെ ഇൻട്രാക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും റിപ്പൾഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും, കുറവായിരിക്കും. അതായത് ഇവിടുന്ന് കുറേ ദൂരത്തേക്ക് പോയാൽ റിപ്പൾഷൻ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് മക്കളെ ഇത് വീണ്ടും സ്പ്ലിറ്റ് ആകും. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ DZ² ഇവിടെ വരും. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ DX² - Y² മുകളിൽ കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ കാര്യം. X² - Y² ഇതെന്താണ്? DZ². ഇതേപോലെ തന്നെ ആരും സ്പ്ലിറ്റ് ചെയ്യും? യെസ്, നമ്മുടെ T2Gയും സ്പ്ലിറ്റ് ചെയ്യും. T2G എങ്ങനെയായിരിക്കും? ഇവർ DXZും DYZും ഇങ്ങനെ. ഓക്കെ, XY ഇവർ DXY. ഓക്കെ, ദിസ് ഈസ് യുവർ DXY. DXZ ഇതെന്താണ്? DYZ. ദിസ് ഈസ് യുവർ ടെട്രഗണൽ ഇലോങ്ങേഷൻ. ഇത്രയേ ഉള്ളൂ കാര്യം.
അതായത് സെറ്റ് കുറച്ച് ദൂരത്തോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ റിപ്പൾഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. റിപ്പൾഷൻ കുറവാണെങ്കിൽ എനർജി എന്തായിരിക്കും, യെസ്, കുറവായിരിക്കും. ഓക്കെ, ആൻഡ് ഇവരുടെ എനർജിയുടെ ഓർഡർ ചോദിച്ചേക്കാം. അപ്പം എന്താണ്, ഇതേപോലെ തന്നെ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് ഏറ്റവും കൂടുതലാണ്. പിന്നെ ആരായിരിക്കും, ഡി സെഡ് സ്ക്വയർ. പിന്നെ ആരാണ്, ഡി എക്സ് വൈ. ഓക്കെ, ദെൻ കംസ് വോട്ട്, വീഡിയോ ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്. യെസ്, ദെൻ കംസ് വോട്ട്, ഡി എക്സ് സെഡ് വിച്ച് ഇസ് ഈക്വൽ ടു വോട്ട് ഡി വൈ സെഡ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, വലിയ ആന കാര്യമാണോ? അല്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ? യെസ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആരുടെ എഴുതി പോവാം, സെഡിൻ സ്പ്ലിറ്റിങ് അല്ലെങ്കിൽ ടെട്രഗണൽ കംപ്രഷൻ്റെ കേസിൽ നമുക്ക് എഴുതി പോവാം. സെയിം തിങ് ആണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാ 5 ഓർബിറ്റൽസ് ഉണ്ട്. ഈ 5 ഓർബിറ്റൽസിന് ആദ്യം എന്ത് ചെയ്യുന്നു, യെസ്, നമ്മൾ പറഞ്ഞതുപോലെ T2G EG എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റിങ് വരുന്നു. ഓക്കെ, സോ ദിസ് ഇസ് യുവർ DXZ, DYZ ആൻഡ് DXY, റൈറ്റ്? ആൻഡ് ദിസ് ഇസ് യുവർ DX സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് വോട്ട് DZ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെറ്റൽ ഇവിടെയുണ്ട്. യെസ്, ദിസ് ഇസ് യുവർ ലിഗാൻഡ് ആൻഡ് യെസ് ഓഫ് കോഴ്സ് ഈ ബോണ്ടിന് എന്ത് ചെയ്യുന്നു, യെസ്, കുറച്ച് കംപ്രഷൻ വരുന്നു. ഒരു പ്രാവശ്യം കൂടെ വരയ്ക്കാം, കുറച്ചൊന്നും വലുതാക്കി വരയ്ക്കാം അല്ലേ? ലിഗാൻഡ്. ഓക്കെ, ആൻഡ് ഇവിടെ എന്ത് സംഭവിക്കുന്നു, യെസ്, കംപ്രഷൻ ഇവിടെ സംഭവിക്കുന്നു. അപ്പോൾ സെഡ് ആക്സിസിലുള്ള ആളുകൾ എന്ത് ചെയ്തു, കംപ്രഷനായി, കുറച്ചുകൂടെ അടുത്തായി അല്ലേ മെറ്റലിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തായിരിക്കും, റിപ്പൾഷൻ കൂടുതലായിരിക്കും. സോ യെസ്, ഇതെന്ത് ചെയ്യുന്നു, യെസ്, ഡി സെഡ് സ്ക്വയർ മുകളിലോട്ട് വരും. ഇവിടെ ആര് വരും, യെസ്, ഇതാണ് നമ്മുടെ ഡി സെഡ് സ്ക്വയർ. അടുത്തിരിക്കുകയാണ് അല്ലേ, മെറ്റലിൻ്റെ അടുത്തിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റിപ്പൾഷൻ കൂടുതലായിരിക്കും. ആൻഡ് ദിസ് വിൽ ബി വോട്ട് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇങ്ങനെ സ്പ്ലിറ്റിംഗ് ആണ്, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ T2G ഓർബിറ്റൽസ് എങ്ങനെയായിരിക്കും, യെസ്, ഇങ്ങനെ വരും. ആൻഡ് ദിസ് ഇസ് വോട്ട് ഇങ്ങനെ. സോ ദിസ് വിൽ ബി വോട്ട് ഡി എക്സ് സെഡ് ആൻഡ് വൈ സെഡ്, ഡി എക്സ് സെഡ് ആൻഡ് ഡി വൈ സെഡ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് വോട്ട് ഡി എക്സ് വൈ. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതിൻ്റെ എനർജി ഓർഡർ എഴുതുകയാണെങ്കിൽ ദിസ് വിൽ ബി ഡി സെഡ് സ്ക്വയർ, ദെൻ വോട്ട് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ greater than dxz is equal to dyz and will be greater than what dxy എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളൂ കാര്യം. ജസ്റ്റ് വീഡിയോ ഞാൻ പോസ് ചെയ്ത് തരാം. ഓക്കെ, യെസ്, ഓക്കെ, ഇതാണ് നമ്മുടെ സെഡ് ഔട്ടിൻ്റെയും സെഡിൻ്റെയും സ്പ്ലിറ്റിംഗ്. ഓക്കെ, ഇനി നിങ്ങളുടെ അടുത്ത ചോദ്യം ഇതായിരിക്കും, ഏതെങ്കിലും ഒരു കോംപ്ലക്സ് കണ്ടു കഴിഞ്ഞാൽ സെഡ് ഔട്ട് ഏതാണ്, ഏത് സെഡ് ഔട്ട് കാണിക്കും, ഏത് സെഡിന് കാണിക്കും എന്നുള്ളത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചോദ്യം വന്നിട്ടുണ്ടാകും. അത് നമുക്ക് പറയാം. അതിന് മുൻപേ ആയിട്ട് ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ. ജോൺ ടെല്ലർ ഡിസ്റ്റോർഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? നമ്മൾ പറയും ചില ആളുകൾ വീക്ക് ജോൺ ടെല്ലർ എഫക്റ്റ് ആണ് കാണിക്കുക, ചില ആളുകൾ സ്ട്രോങ് ജോൺ ടെല്ലർ ഡിഫക്റ്റ് ആണ് കാണിക്കുക, ഡിസ്റ്റോർഷനാണ് കാണിക്കുക എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആദ്യത്തേത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, യെസ്. ഇപ്പോൾ ഡിസ്റ്റോർഷൻ എങ്ങനെയാണ് വരുന്നത്? അൺസിമെട്രിക്കൽ ഫില്ലിംഗ് ഓഫ് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ് അല്ലേ. ഈ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ T2G ഉണ്ട്, EG ഉണ്ട്. ഓക്കെ, ഇവിടെ അൺസിമെട്രിക്കൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ എന്തായിരിക്കും, ജോൺ ടെല്ലർ ഉണ്ടാകും. അതേപോലെ ഇവിടെയും EGയിൽ വന്നാലും എന്തായിരിക്കും, നമുക്ക് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കും. പക്ഷേ EGയിൽ അൺസിമെട്രിക്കൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ ദാറ്റ് വിൽ ഷോ വാട്ട്, സ്ട്രോങ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ. അതേസമയം T2Gയിലാണെങ്കിൽ വീക്ക് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ആയിരിക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്, അൺസിമെട്രിക്കൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ EG, ദിസ് ഇസ് വാട്ട്, സ്ട്രോങ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ. അതേസമയം അൺസിമെട്രിക്കൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ T2G, that is what is weak John Teller distortion. ഇനി അടുത്ത ചോദ്യം നിങ്ങൾക്ക് വരുന്നുണ്ടാകുക, ഓക്കെ EG ആണെന്ന് സമ്മതിച്ചു, ഓക്കെ EG സ്ട്രോങ് ആണ്, അപ്പോൾ പറയുകയാണ് EG1 ആണോ EG3 ആണോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് EG3യിലാണ് സ്ട്രോങ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഷോ ചെയ്യുന്നത്, ആ ഡിസ്റ്റോർഷൻ. അപ്പോൾ നമ്മൾ എന്ത് പറയും, എക്സ്റ്റെൻറ്റ് ഓഫ് JTD is directly proportional to number of d electrons. ഓക്കെ, ഇനി
മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ സാറ് പറഞ്ഞു EG3 കോൺഫിഗറേഷന് EG1 കൂടുതൽ ജോൺ ടെല്ലാർഡ് ഡിസ്റ്റോർഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് സർ Cu2+, അതേപോലെ കോപ്പർ, സിൽവർ ആൻഡ് വോട്ട് ഗോൾഡ്. ഓക്കെ, ഇതെല്ലാം എന്ത് തന്നെയാണ്? D9 കോൺഫിഗറേഷൻ തന്നെയാണ് അല്ലേ? D9 കോൺഫിഗറേഷൻ തന്നെയാണ്. അപ്പോൾ D9 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ദാറ്റ് വിൽ ബി എല്ലാവരും എന്ത് തന്നെയാണ്? T2G6 അതേപോലെ EG3 ആണ്. ഇവരിൽ ആർക്കായിരിക്കും കൂടുതൽ ജോൺ ടെല്ലാർഡ് ഡിസ്റ്റോർഷൻ? അപ്പോൾ നമ്മൾ പറയും extent of John Teller distortion is actually proportional to CFSE, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് നമ്മൾ പറയും. ആൻഡ് നിങ്ങൾക്കറിയാം ദിസ് ഇസ് 3D സീരീസ് എലമെൻ്റ് ആണ്, ഇത് 4D ആണ്, ആൻഡ് ദിസ് ഇസ് വോട്ട് 5D. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ? ഡൗൺ ദ ഗ്രൂപ്പ് actually your CFSE actually increases. ഓക്കെ, CFSE ഇൻക്രീസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജോൺ ടെല്ലാർഡ് ഡിസ്റ്റോർഷനും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക? യെസ്, യുവർ ഗോൾഡ് വിൽ ഷോ വാട്ട്? ഗ്രേറ്റർ ജോൺ ടെല്ലാർഡ് ഡിസ്റ്റോർഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാം. ഇങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്ട്രോങ്ങും വീക്കും പറയാൻ പറ്റും. ഓക്കെ, മെയിൻലി നിങ്ങളോട് ചോദിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ്. T2Gയും EGയും ആണ്, ഇത്രയുമാണ് നിങ്ങളോട് മിക്കവാറും ചോദിക്കുക. ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓൾറൈറ്റ്, യെസ്. എന്നിട്ട് നേരത്തെ ഞാൻ ചോദിച്ച ഒരു ചോദ്യം അല്ലേ, ഹൗ ടു ഐഡൻറ്റിഫൈ സെറ്റ് ഔട്ട് ഓർ സെറ്റ് ഇൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ജോൺ ടെല്ലാർഡ് ഡിസ്റ്റോർഷൻ ഉണ്ട്. ഓക്കെ, ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജോൺ ടെല്ലാർഡ് ഡിസ്റ്റോർഷൻ എപ്പോഴാണ് കാണിക്കുക? ഓക്കെ, യെസ്, T2Gയിലും അതേപോലെ EGയിലും എന്താണ്? അൺസിമെട്രിക്കൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോഴാണ്. ലെറ്റ്സ് സേ ദിസ് ഇസ് യുവർ T2G ആൻഡ് ഇവിടെ EG. ഇവിടെ EGയിൽ അൺസിമെട്രിക്കൽ ഇലക്ട്രോണിക് ഫില്ലിംഗ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? യെസ്, കൂടുതൽ ഫേവർ ചെയ്യുക സെഡ് ഔട്ട് ഇസ് ഫേവർഡ്. എന്താണ്? സെഡ് ഔട്ട് ആയിരിക്കും ഫേവർ ചെയ്തിരിക്കുന്നത്. സെഡ് ഔട്ട് ഇസ് ആക്ച്വലി ഫേവർഡ്. ഓക്കെ, ഇനി T2Gയിലാണ് അൺസിമെട്രിക്കൽ ഇലക്ട്രോണിക് ഫില്ലിംഗ് എങ്കിൽ ഓക്കെ ഇവിടെ എന്തുണ്ടാകും? ഇവിടെ സെഡ് ഔട്ടും കാണാൻ പറ്റും ആൻഡ് സെഡിനും കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ ഈ സെറ്റ് ഔട്ടും സെറ്റിനൊക്കെ നമ്മൾ ഒരു മോളിക്യൂളിന് പറയുന്നത് ആക്ച്വലി എക്സ്പെരിമെൻ്റൽ കാര്യമാണ്. ഓക്കെ, ഇതൊക്കെ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് ആണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏതാണ് ഇത് സെറ്റ് ഔട്ട് ആയിരിക്കും, ഇത് സെഡിനായിരിക്കുമെന്ന്. എന്നാലും ഏറ്റവും അക്യുറേറ്റ് എന്തായിരിക്കും? എക്സ്പെരിമെൻ്റൽ തന്നെയായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വരും ഏതാണ് ഇത് സെറ്റ് ഔട്ട് ആയിരിക്കാം, ഇത് സെറ്റിനായിരിക്കാം എന്നുള്ളത്. ഓക്കെ, ഓഫ് കോഴ്സ് ദർ വിൽ ബി സം എക്സെപ്ഷൻസ്. അപ്പോൾ EG ആണെങ്കിൽ EGയിലാണ് അൺസിമെട്രിക്കൽ ഇലക്ട്രോണിക് ഫില്ലിംഗ് എങ്കിൽ ഇവിടെ എന്തായിരിക്കും? സെഡ് ഔട്ട് ആയിരിക്കും. T2Gയിലാണെങ്കിൽ ഇവിടെ എന്തിൻ്റെ പോസിബിലിറ്റി ഉണ്ട്? സെഡ് ഔട്ടിൻ്റെ പോസിബിലിറ്റി ഉണ്ട്, സെഡിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. എന്താണെന്നല്ലേ? ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് T2G1. ഓക്കെ, EG വിട്ടേക്കൂ, EG1 ആണെങ്കിലും EG3 ആണെങ്കിലും എന്തായിരിക്കും? യെസ്, ഫേവർ ചെയ്യുന്നത് ആരാണ്? സെഡ് ഔട്ടാണ്. ഓക്കെ, നമ്മൾ T2Gയുടെ കാര്യമാണ് പറയുന്നത്. T2Gയുടെ കാര്യം എന്ന് പറഞ്ഞാൽ T2G1, T2G2, T2G3 ഉണ്ടോ? ഇല്ല. T2G4, T2G5 ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ T2G1ൻ്റെ കേസ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയാണ് സംഭവം അല്ലേ? ഇതാണ് നമ്മുടെ T2G1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. സെഡ് ഔട്ടും ഉണ്ട്, സെഡിനും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം സെഡിനൊന്ന് വരച്ചു നോക്കുകയാണ്. സെഡിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, നിങ്ങളുടെ ആരായിരിക്കും? സെഡിൻ എന്ന് പറയുമ്പോൾ സെഡ് ആക്സിസിന് എന്ത് ചെയ്തു? റിപ്പൽഷൻ കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ റിപ്പൽഷൻ കൂടുതലാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? DXZ DYZ എന്തുണ്ടാവും? യെസ്, മുകളിലുണ്ടാകും. ഇവിടെ എന്തായിരിക്കും? DXY. ഓക്കെ, DXY DXZ DYZ. ഓക്കെ, EG ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നില്ല കാരണം ആവശ്യമില്ല അല്ലേ? ഇനി ഇതാണ് നമ്മുടെ സെഡ് ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെഡ് ഔട്ട് ആണെങ്കിലോ? സെഡ് ഔട്ട് ആണെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? യെസ്, സോറി, സെഡ് ഔട്ട് ആണെങ്കിൽ DXZും ഇതെന്തായിരിക്കും? DYZും ഇവിടെ എന്തായിരിക്കും? DXYയും. ഓക്കെ, യെസ്, സോ ദിസ് ഇസ് യുവർ സെഡ് ഇൻ ആൻഡ് ദിസ് ഇസ് യുവർ സെഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഈ T2G എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു ഇലക്ട്രോണിനെ വെക്കുന്നു, ഇവിടെ ഞാനൊരു ഇലക്ട്രോണിനെ വെക്കുന്നു. ആക്ച്വലി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്തിനാണ് ജോൺ ടെല്ലാർഡ് ഡിസ്റ്റോർഷൻ ആക്ച്വലി സംഭവിക്കുന്നത്?
അതായത് അൺസിമ്മട്രിക്കൽ ഇലക്ട്രോണിക് ഫില്ലിംഗ് ഉണ്ടെങ്കിൽ, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതെന്തല്ല, മോളിക്യൂളിന് ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജോൺട്ടലാർ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ സിമ്മട്രിക്കൽ ഫില്ലിംഗ് ആയില്ലേ, ഇവിടെ എഗെയിൻ എന്താണ്, അൺസിമ്മട്രിക്കൽ ഫില്ലിംഗ് എന്നല്ലേ. ഇത് രണ്ടുപേരും എന്താണ്, ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്. അപ്പോൾ ഇവിടെ എഗെയിൻ എന്താണ്, അൺസിമ്മട്രിക്കൽ ഫില്ലിംഗ് ആണ്. പക്ഷേ ഇവിടെ എന്തായി, യെസ്, ഇവിടെ സിമ്മട്രിക്കൽ ഫില്ലിംഗ് ആയി അല്ലേ. ഡി എക്സ് വൈയിൽ ഒരാളേ ഉള്ളൂ ഡീജനറേറ്റ് ആയിട്ടുള്ളത്, ഒരാൾ ഇവിടെ വന്നു. അപ്പോൾ ഇത് ഏതാ ഫേവർ ചെയ്യുക, സെഡ് ഇൻ ഇസ് ഫേവേർഡ്. ഓക്കെ, അതായത് T2G1 എന്തായിരിക്കും, സെഡ് ഇൻ ആയിരിക്കും ഫേവർ ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ T2G2 ആണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, T2G2 അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഇവിടെ 2 ഇലക്ട്രോൺ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും, സെഡ് ഔട്ട് ആയിരിക്കും അല്ലേ. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ദിസ് ഇസ് ഇറ്റ്, ദിസ് ഇസ് യുവർ T2G2. ഓക്കെ, അപ്പോൾ ഇവിടെ സെഡ് ഔട്ട് ആണെങ്കിൽ നല്ലതാണ്. കാരണം എന്താണ്, ഇതാ സെഡ് ഔട്ട് ആണെങ്കിൽ DXZും DYZും ഇവിടെ ഉണ്ടാകും. ആൻഡ് ഇവിടെ എന്തായിരിക്കും ഇവിടെ, യെസ്, DXY ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും, യെസ്, സെഡ് ഔട്ടാണ് കുറച്ചുകൂടെ ഫേവർ ചെയ്യുക. ഓക്കെ, സെഡിനാകുമ്പോൾ എന്തായിരിക്കും, സെഡിനാകുമ്പോൾ ഇവിടെ DXY, യെസ്, DXY, DXZ, DYZ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും, യെസ്, ഇവിടെ ഇങ്ങനെ വരും. ആൻഡ് ഒരു കാര്യം നിങ്ങളിപ്പോൾ ചോദിച്ചേക്കാം, സർ ഇവിടെ പെയറിംഗ് അപ്പോൾ നടക്കത്തില്ലേ. പെയറിംഗ് അപ്പോൾ ഒന്നും നടക്കത്തില്ല. എന്തുകൊണ്ടായിരിക്കും? ഇവർ തമ്മിലുള്ള എനർജി എന്താണ്, വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുകളിലേ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ആലോചിക്കാം, ഇതെന്തായാലും വരത്തില്ല, സെറ്റ് ഔട്ട്. ഇനി T2G4 ഇതേപോലെ പറഞ്ഞു നോക്കി, T2G4 എന്തായിരിക്കും, യെസ്, ഇങ്ങനെയാണ്. T2G4 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, 1 2 3 4 എന്നുള്ള രീതിയിൽ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതായിരിക്കും, സെറ്റ് ഔട്ട് ആയിരിക്കുമോ സെറ്റിനായിരിക്കുമോ. ഇപ്പോൾ സെറ്റ് ഔട്ടിൻ്റെ കേസ് ആണെങ്കിൽ 1 2 3 4 പറ്റത്തില്ല അല്ലേ. അതേസമയം സെറ്റിനിൻ്റെ കേസ് ആണെങ്കിലോ, ഓക്കെ, സെറ്റിനിൻ്റെ കേസ് ആണെങ്കിൽ ഓക്കെ, ദിസ് ഇസ് യുവർ DXY, DXZ, DYZ. ഓക്കെ, ഇവിടെ നോക്കി, ദിസ് ഇസ് യുവർ 1, ദിസ് ഇസ് യുവർ 2, ദിസ് ഇസ് യുവർ 3 ആൻഡ് ദിസ് ഇസ് യുവർ 4. ഓക്കെ, സിമ്മട്രിക്കലാണ് അല്ലേ. DXYയിൽ 2 ഉണ്ട്, ഇവിടെ എന്താണ്, യെസ്, എഗെയിൻ സിമ്മട്രിക്കലാണ്. സോ T2G4 എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, സെഡ് ഇൻ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, നൗ ദ ലാസ്റ്റ് വൺ ബീങ്സ് T2G5. T2G5 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം, ഓക്കെ, എന്തായിരിക്കും, യെസ്, ഇങ്ങനെയായിരിക്കും വരിക, സെഡ് ഔട്ട് ആയിരിക്കും വരിക. എങ്ങനെയാണ് അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതാ, ഓക്കെ, യെസ്, ദിസ് ഇസ് യുവർ DXZ, this is your YZ and this is your DXY. okay, അപ്പോൾ this is your 1 2 3 4 and then what 5, T2G5 എന്നുള്ള രീതിയിൽ. സോ ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും പറഞ്ഞത് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് പോകാം അല്ലേ. സമ്മറൈസ് ചെയ്യും, ഇപ്പോൾ ഒരു കോംപ്ലക്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഡൗട്ടാണല്ലേ, സെഡ് ഔട്ടാണോ ഇത് സെഡിനാണോ എന്നെങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ ഇതാ ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, EG1 ഇത് സെറ്റ് ഔട്ട് ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ദിസ് ഇസ് യുവർ സെറ്റ് ഔട്ട്. EG1 EG3 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ്, യെസ്, സെറ്റ് ഔട്ട് ആണ്. ഇനി സെഡിനിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു T2G1 ഓക്കെ, സെഡിൻ. ഓക്കെ, T2G1 അതേപോലെ T2G4 അല്ലേ. ഒന്ന് കൺഫേം ചെയ്യണമെങ്കിൽ ഇവിടെ കൺഫേം ചെയ്യാം, ഇതാ T2G4. ഓക്കെ, ആൻഡ് T2G1 എന്താണ്, സെഡിൻ. ബാക്കിയൊക്കെ എന്താണ്, യെസ്, നമ്മുടെ സെറ്റ് ഔട്ട് ആണ്, വിച്ച് ഇസ് T2G2 ആൻഡ് വോട്ട് T2G5. ഇതെന്തായിരിക്കും, സെറ്റ് ഔട്ട് ആയിരിക്കും. ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യെസ്, നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യമുള്ളത് ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് ജോൺട്ടലാർ ഡിസ്റ്റോർഷൻ ആണ്. ആൻഡ് അഗെയിൻ ഇതെന്താണ്, പ്യുവർലി എക്സ്പെരിമെൻ്റൽ കാര്യമാണ് കേട്ടോ, പ്യുവർലി എക്സ്പെരിമെൻ്റൽ കാര്യമാണ്. ഒരു മോളിക്യൂൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഡൈനാമിക് ആണോ സ്റ്റാറ്റിക് ആണോ എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒറ്റ കാര്യമുള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്, കേട്ടോളൂ. ഇതാ ഇവിടെ ഞാൻ ഡൈനാമിക് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ജോൺട്ടലാർ ഡിസ്റ്റോർഷൻ എന്ന് എഴുതുകയാണ്, സ്റ്റാറ്റിക് ജോൺട്ടലാർ ഡിസ്റ്റോർഷൻ. ആൻഡ് ദിസ് ഇസ് വോട്ട് ഡൈനാമിക് ജോൺട്ടലാർ ഡിസ്റ്റോർഷൻ എന്ന് ഞാൻ എഴുതിയെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുകയാണ്, ഇഫ് തിയററ്റിക്കൽ prediction matches with the experimental results, that is called what, static.
ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? സ്റ്റാറ്റിക് ജോൺ-ടെല്ലർ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഡൈനാമിക് ആണെങ്കിലോ നമ്മുടെ തിയററ്റിക്കൽ പ്രഡിക്ഷനും ഓക്കെ മാച്ച് ചെയ്യത്തില്ല. ആരുമായിട്ട്? എക്സ്പെരിമെൻ്റൽ റിസൾട്ടുമായിട്ട് മാച്ച് ചെയ്യത്തില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മോളിക്യൂളിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ്. ലെറ്റ്സ് ഞാൻ പറയുകയാണ് CuH2O6 ഓക്കെ 2+. ഓക്കെ, ആൻഡ് നിങ്ങൾക്കറിയാം ഇതെന്തായിരിക്കും? യെസ്, D9 ആണ് അല്ലേ? ദിസ് ഈസ് ആക്ച്വലി D9 കോൺഫിഗറേഷൻ ആണ്. ശ്രദ്ധിക്കണേ, D9 കോൺഫിഗറേഷൻ ആണ്. D9 കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ T2G6 EG3 എന്ന് എനിക്ക് എഴുതാൻ പറ്റുമല്ലോ. യെസ്, അപ്പോൾ EG3 എന്ന് പറഞ്ഞാൽ EG എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഇതെന്തായിരിക്കും? Z ഔട്ട് ആയിരിക്കും. ഇതെന്തായിരിക്കും? Z ഔട്ട്. ഞാൻ അടുത്ത പേജിൽ എഴുതുകയാണ്. Z ഔട്ടിൽ എന്തായിരുന്നു പ്രത്യേകത? Z ഔട്ടിൽ നമുക്ക് ഓർമ്മയുണ്ടോ? ഓക്കെ, 2 ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. 2 ബോണ്ട് ലെങ്ത് ഇലോങ്ങേറ്റഡ് ആയിരിക്കും. ആൻഡ് 4 ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് അവർ തിയററ്റിക്കൽ പ്രഡിക്ഷൻ. തിയററ്റിക്കൽ ആൻഡ് ഇറ്റ് ആക്ച്വലി മാച്ചസ് വിത്ത് ദി എക്സ്പെരിമെൻ്റൽ. നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോഴും എന്താണ്? ഓക്കെ, 2 ബോണ്ട് ലെങ്ത് എന്താണ്? ഇലോങ്ങേറ്റഡ് ആണ്. യെസ്, 4 ബോണ്ട് ലെങ്ത് എന്താണ്? നോർമലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഷോസ് വാട്ട്? യെസ്, സ്റ്റാറ്റിക് ജോൺ-ടെല്ലർ ഡിസ്ട്രിബ്യൂഷൻ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതേസമയം വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. എന്താണ് എക്സാമ്പിൾ? K2PB. ഓക്കെ, CuNO2 6. ഇവിടെയും ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? കോപ്പറിൻ്റെ എത്രയാണ്? 2+ ആണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. ഇത് 2+ തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ 2+ എന്ന് പറയുമ്പോൾ അഗെയിൻ സിമിലർ കേസ് ആണ് അല്ലേ? ദിസ് ഇസ് T2G6 EG3 എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഓക്കെ, T2G6 EG3 എന്നുള്ള രീതിയിൽ തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെയും എന്താണ്? Z ഔട്ട് ആണ് വരിക. അപ്പോൾ നമ്മുടെ തിയററ്റിക്കൽ അഗെയിൻ എന്തായിരിക്കും? ദിസ് ഇസ് അവർ തിയററ്റിക്കൽ. ഓക്കെ, തിയററ്റിക്കൽ എന്താണ്? 2 ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? Z ഔട്ട് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും 2 ബോണ്ട് ലെങ്ത് ഇലോങ്ങേറ്റഡ് ആയിരിക്കും. ആൻഡ് 4 ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. ഓക്കെ, യെസ്. പക്ഷേ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തു നോക്കിയപ്പോൾ ഓൾ ബോണ്ട് ലെങ്ത് ആർ വോട്ട്? ഈക്വൽ. അതാണ് കാര്യം കേട്ടോ. ഓൾ ബോണ്ട് ലെങ്ത് ആർ ആക്ച്വലി ഈക്വൽ. ഓക്കെ, അതായത് നമ്മൾ തിയററ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്ത സാധനം എക്സ്പെരിമെൻ്റലുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? മാച്ച് ചെയ്ത് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിക്കും ഇറ്റ് ഷോസ് വാട്ട്? ഡൈനാമിക് ജോൺ-ടെല്ലർ ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് തന്നെ ഒരു മോളിക്യൂൾ കണ്ടു കഴിഞ്ഞാലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ എക്സാമ്പിളൊക്കെയാണ് നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, അടുത്തൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ TiCl6 ഓക്കെ 3-. ഓക്കെ, അതായത് ടൈറ്റേനിയം 3+ ആണ് അല്ലേ? ടൈറ്റേനിയം 3+ എന്ന് പറയുമ്പോൾ യെസ് 22 ആണല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 4s2 3d2 ആണ് ടൈറ്റേനിയം എന്ന് പറയുന്നത്. അപ്പോൾ ടൈറ്റേനിയം 3+ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്തായിരിക്കും? 3d1 ആയിരിക്കും. 3d1 എന്ന് പറയുമ്പോൾ T2G1 ആണ്. നിങ്ങൾ പറയൂ Z-in-ആണോ Z ഔട്ട് ആണോ? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ദിസ് ഇസ് വാട്ട്? Z-in ആണ്. ഓക്കെ, Z-in എന്ന് പറയുമ്പോൾ 2 ബോണ്ട് ലെങ്ത് എന്താണ്? യെസ്, കംപ്രസ്ഡ് ആണ്. ഇനി 4 ബോണ്ട് ലെങ്ത് എന്താണ്? നോർമലാണ്. ഓക്കെ, ദിസ് ഇസ് ദ കേസ്. ഇനി ഇതേപോലെയാണ് വേറൊരാൾ. അതാരാണ്? സോറി ഫോർ ദിസ്. ഓക്കെ, ഇതേപോലെ ടൈറ്റേനിയത്തിൻ്റെ വേറൊരാൾ ടൈറ്റേനിയം H2O6 3+. H2O6 3+ എന്ന് പറയുന്ന ഒരാൾ. ഇതേപോലെ തന്നെ ടൈറ്റേനിയം 3+ ആണ്. അഗെയിൻ D1 ആണ്. T2G1 ആണ് കോൺഫിഗറേഷൻ. ആൻഡ് ദിസ് ഇസ് വാട്ട്? Z-in. ഓക്കെ, ഇത്രയും ഒരു പ്രശ്നമില്ല. ഇത് തിയററ്റിക്കലാണ്. ഇത് രണ്ടുപേർക്കും എന്താണ്? 2 ബോണ്ട് ലെങ്ത് എന്താണ്? യെസ്, കംപ്രസ്ഡ് ആണ്. ആൻഡ് 4 ബോണ്ട് ലെങ്ത് എന്താണ്? നോർമലാണ്. ഇതുവരെ ആർക്കും പ്രശ്നമില്ല. ആൻഡ് ഇത് ആക്ച്വലി എന്താണ്? യെസ്, എക്സ്പെരിമെൻ്റലി ചെയ്യുമ്പോഴും സെയിം ആയിട്ട് കിട്ടും. സോ ഇറ്റ് ഷോസ് നമ്മൾ പറയും എന്താണ്? സ്റ്റാറ്റിക് ജോൺ-ടെല്ലർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, പക്ഷേ ഇതെന്താണ്? ഇത് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു വോട്ട്? യെസ്, യു ആർ എക്സ്പെരിമെൻ്റലി എന്താണ്? യെസ്, ഇതൊന്ന് പോസ് ചെയ്യുന്നുണ്ട്. എക്സ്പെരിമെൻ്റലി എന്താണ്? ഓൾ ബോണ്ട് ലെങ്ത് ആർ വോട്ട്? ഈക്വൽ. ഓൾ ബോണ്ട് ലെങ്ത് ഈക്വൽ ആണ്.
അങ്ങനെയാണെങ്കിൽ ഓൾ ബോണ്ട് ലെങ്ത് ഈക്വൽ ആണെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നില്ല, മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പറയും ദിസ് ഇസ് വോട്ട്, യെസ് ദിസ് ഇസ് ആക്ച്വലി DiH2O6 3+ ഷോസ് വോട്ട് ഡൈനാമിക് ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ. ഇത്രയേ ഉള്ളൂടാ കാര്യം. ദിസ് ഇസ് ഓൾ അബൌട്ട് യുവർ യെസ് ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ. റൈറ്റ്. പക്ഷേ ഒരു കാര്യം കൂടെ വിട്ടുപോയി, സോറി, അതും കൂടെ പറഞ്ഞേക്കാം. ലെറ്റ്സ് ഞാൻ പറഞ്ഞു TiH2O6 3+ അല്ലേ, ഇതാ TiH2O6 3+ എന്ത് ഷോ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഷോസ് വാട്ട്, ഷോസ് ഡൈനാമിക് ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ. പക്ഷേ എനിക്ക് ആക്ച്വലി എന്ത് ചെയ്യാന്നറിയോ, ഈ ഡൈനാമിക് ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ്റെ ഉള്ള ഒരാളെ എന്ത് ചെയ്യുന്നു, ഞാൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, വളരെ ലോ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ കൺവേർട്ട് ദിസ് ഇൻ ടു സ്റ്റാറ്റിക് ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ. ഓക്കെ, ക്യാൻ ബി കൺവേർട്ടഡ്, ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു സ്റ്റാറ്റിക് ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂടാ. അതായത് ഇതാണ് നിങ്ങളുടെ TiH2O6 3+ എന്ന് വിചാരിക്കുക, H2O6 3+. ഓക്കെ, നിങ്ങളുടെ റൂം ടെമ്പറേച്ചറിലൊക്കെ ഇതെന്താണെന്ന് വിചാരിക്കുക, യെസ് ഡൈനാമിക് ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹയർ ടെമ്പറേച്ചറിൽ സ്വാഭാവികമായിട്ടും ഇതെന്തായിരിക്കും, യെസ് നിങ്ങളുടെ യെസ് നമ്മൾ ടെമ്പറേച്ചർ ഡൈനാമിക് ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ തന്നെ കാണിക്കും. പക്ഷേ നിങ്ങൾ ടെമ്പറേച്ചർ വളരെ കുറയ്ക്കുകയാണെങ്കിൽ, വെരി ലോ ടെമ്പറേച്ചറിൽ, അത് ഓരോന്നിനും ഓരോതായിരിക്കും കേട്ടോ. അതായത് ഓരോ കോംപ്ലക്സിനും ഓരോ ടെമ്പറേച്ചർ ആയിരിക്കും. ആ ടെമ്പറേച്ചറിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഇറ്റ് ഷോസ് വാട്ട് സ്റ്റാറ്റിക് ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ. ഒറ്റ കാര്യമായിട്ടുള്ളൂ, അറ്റ് ലോ ടെമ്പറേച്ചർ, ഓക്കെ, ലോ ടെമ്പറേച്ചർ ഡൈനാമിക് ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ can be converted to static ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ. ഒറ്റ കാര്യമുള്ളൂ, ഡൈനാമിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഓൾ ബോണ്ട് ലെങ്ത് എന്താണ്, ഈക്വൽ ആണ്. യെസ്, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് യുവർ ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ. പക്ഷേ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അടുത്ത സെഷനിൽ ആപ്ലിക്കേഷൻ ഓഫ് ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ നമുക്ക് സംസാരിക്കാനുണ്ട്. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് വെൽ. ഓക്കെ, അപ്പോൾ ഈ സെഷൻ ഞാനിവിടെ നിർത്തുകയാണ്. കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.